എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ക്രാഫ്റ്റ് വീഡിയോ കണ്ടും അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ പേരിലാണ് കേട്ടോ നമ്മൾ ക്രാഫ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്ക് മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ പേപ്പർ പ്ലേറ്റ് വെച്ചിട്ടുള്ളൊരു റീയൂസ് ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ ഇതുപോലെ മാറ്റി വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അധികം വന്ന പേപ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ എങ്ങനെയായാലും പേപ്പർ പ്ലേറ്റുകൾ ഇതിന് എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയോ അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, രണ്ടിലും കവി സ്ട്രീം ട്യൂബ് തന്നെയാണ് പേര് കേട്ടോ. ഫേസ്ബുക്ക് പേജ് കവി സ്ട്രീം ട്യൂബാണ്, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കവി സ്ട്രീം ട്യൂബാണ്. അതിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കി ക്രാഫ്റ്റിൻ്റെ ഫോട്ടോസ് അയച്ചു തരിക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയോട് കൂടി അതും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ വന്നിട്ട് ആ ഒരു തിളക്കമുള്ള ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത പോർഷനിൽ ആ തിളക്കമുള്ള ഭാഗം മാത്രം നമ്മളൊന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. തിളക്കമുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാനുള്ള കാര്യം, നമ്മൾ അവിടെ പെയിൻറ് അടിച്ചു കൊടുത്താൽ ആ ഒരു പേപ്പറിൽ പെയിൻറ് അടിച്ചു കൊടുത്താൽ അത് പെയിൻറ് നന്നായിട്ട് ഉണങ്ങിയില്ല, അതുപോലെ തന്നെ എന്തെങ്കിലും കൈയൊക്കെ തട്ടിയാൽ ഉടനെ തന്നെ ആ പെയിൻറ് പോകുന്നതുമാണ് കേട്ടോ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ തിളക്കമുള്ള ഭാഗം മാറ്റിയത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ആ ഒരു കാർഡ്ബോർഡ് സൈഡിൽ നമ്മൾ പെയിൻറ് അടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സെൻറ്ററിൽ നമ്മൾ തെർമോക്കോൾ വെച്ചിട്ട് അതിൻ്റെ മേലിൽ ഇതുപോലെ ക്ലേ ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തെർമോക്കോളോ അതല്ലെങ്കിൽ ഏത് ഐഡിയ ആണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.
പൗഡർ നമുക്ക് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിരലുണ്ടല്ലോ, വിരൽ വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള പേപ്പർ പ്ലേറ്റ് ആണ് കേട്ടോ അത് ഇങ്ങനെയാക്കി മാറ്റിയത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, പിസ്താഷ്യലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ അത് ഉണ്ടാവണം എന്നില്ല. അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള സമയത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതല്ല നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ പ്ലേറ്റിൽ വേറെ എന്തെങ്കിലും ഇതുപോലെ ഫ്ലവർ ചെയ്തെടുക്കാം, വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് തീർച്ചയായിട്ടും എനിക്ക് പിക്സ് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലെ ഒരു ഹാങ് ചെയ്തിടാനായിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു വെക്കാം. പക്ഷേ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിക്കുമ്പോൾ ഉറപ്പ് വരുത്തണം അത് ഇളകി താഴെ വീഴില്ല എന്ന്. കാരണം നമ്മൾ ഇതെല്ലാം എന്താ പറയുക ഒട്ടിച്ച് വെച്ചിരിക്കുകയല്ലേ, അത് ഡാമേജ് ആയി പോകരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് തൂക്കിയാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് തീർച്ചയായിട്ടും നല്ല നല്ല ക്രാഫ്റ്റുകൾ ചെയ്തെടുക്കാൻ പറ്റും. പിസ്താഷ്യൽ അതുപോലെ പേപ്പർ പ്ലേറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഹോൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള ക്രാഫ്റ്റുകളൊക്കെ ചെയ്ത് തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കവി സ്ട്രീം ട്യൂബ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.